നമസ്കാരം. കോടികൾ മുടക്കി പണിത വലിയ ആഘോഷപൂർവ്വം പണിത പുതിയ നാഷണൽ ഹൈവേ 66-ലൂടെയാണോ നിങ്ങൾ യാത്ര ചെയ്യുന്നത്, വണ്ടി ഓടിച്ചു പോകുന്നത്? എങ്കിലും നിങ്ങൾ സൂക്ഷിക്കണം. വലിയ ടോൾ തുകയും കൊടുത്ത് സ്വന്തം ജീവൻ അപകടത്തിലാക്കുന്ന, അതല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന, അതല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം അനാഥമാക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ നാഷണൽ ഹൈവേ യാത്രകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം ചേളാരി നിന്ന് കുളപ്പുറത്തേക്ക് ഞാൻ വണ്ടി ഓടിച്ചു വന്നു, കാർ ഓടിച്ചു വന്നു. വെറും 9 കിലോമീറ്ററിലാണ് ഞാൻ വണ്ടി ഓടിച്ചത്. ആ 9 കിലോമീറ്ററിനുള്ളില് 4 പ്രാവശ്യം എന്റെ വാഹനം അപകടത്തിൽപ്പെടാൻ പോയി. എന്റെ വേഗത എന്ന് പറയുന്നത് 40 കിലോമീറ്റർ പരമാവധി, അത്രേ ഉള്ളൂ. 40 കിലോമീറ്റർ വേഗതയിൽ പോയാൽ പോലും വണ്ടി നിയന്ത്രണം വിട്ടു പോകുന്ന തരത്തിൽ എന്ത് തരം അശാസ്ത്രീയ നിർമ്മാണമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് ജനങ്ങൾ ചോദ്യം ചെയ്യണം. ജനങ്ങളുടെ ജീവന് പുല്ലുവില കൽപ്പിച്ച് അധികൃതർ പണം കൊയ്യുമ്പോൾ നാഷണൽ ഹൈവേയിൽ നടക്കുന്ന ഇത്തരം മരണക്കണികളെ കുറിച്ച് ഇനിയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഒരു അപകട വാർത്ത നമ്മളെ തേടി എത്തുന്നുണ്ട്. കുറ്റിപ്പുറത്തിനടുത്ത് ഒരു ബസ് അപകടത്തിൽപ്പെട്ടിട്ട്, സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ട് ആ ബസ്സിലെ മുഴുവൻ യാത്രക്കാർക്കും പരിക്ക് പറ്റി, ഒരാൾ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് അശാസ്ത്രീയമായ നിർമ്മാണം. 3 വരി പാത വളരെ പെട്ടെന്ന് 2 വരിയായിട്ട് ചുരുങ്ങുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കില്ല. കാരണം ടോൾ കൊടുത്ത് 3 വരിയിലൂടെ അടിച്ച് കീറി വരികയാണ്. ആ വരുന്ന സമയത്താണ് ഇവിടെ പെട്ടെന്ന് 2 വരിയാകുന്നത്. ആ 2 വരിയിലേക്ക് പെട്ടെന്ന് കയറണം. സ്വാഭാവികമായിട്ടും അവിടെ ഗതാഗത കുരുക്ക് അനുഭവപ്പെടും, തിരക്ക് അനുഭവപ്പെടും. ഒരു എൻട്രൻസ് കൂടി ഉണ്ടെങ്കിൽ, ഒരു എൻട്രി കൂടി ഉണ്ടെങ്കിൽ കഥ ഗതിഗതിയാകുകയും ചെയ്യും. ഏതായാലും അവിടെ വലിയൊരു അപകടമുണ്ടായി. ആ വണ്ടി ഇനി ഒന്നിനും പറ്റാത്ത രീതിയിൽ പൊളിഞ്ഞ് പാളിശായി പോയി. അവിടെ ഈ ഒരു അപകടം മാത്രമല്ല ഉണ്ടായത്, ഇതിനു മുമ്പും പല അപകടങ്ങളും ഉണ്ടായി. അതിനർത്ഥം ഒരു അപകടം ഉണ്ടാകാൻ വേണ്ടി അവിടെ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ്. അതായത് മുഴുവൻ അശാസ്ത്രീയ നിർമ്മാണമാണ്. എത്ര ആൾക്കാരുടെ ജീവനാണ് ഇനി എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് അപകടത്തിൽപ്പെടാൻ കാത്തിരിക്കുന്നത് എന്നറിയാൻ വയ്യ. പുതിയ നാഷണൽ ഹൈവേ 66-ലൂടെ യാത്ര ചെയ്യുന്നവരുടെ ജീവന് ഒരു തരത്തിലുള്ള സുരക്ഷിത്വം കൊടുക്കാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത് എന്നാണ് ഇതൊക്കെ തെളിയിക്കുന്നത്. വലിയ നിർമ്മാണ മഹാത്ഭുതം എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ റോഡിലെ വളവുകളിലെല്ലാം വലിയ ദുരന്തങ്ങളാണ് യാത്രക്കാരെ കാത്തിരിക്കുന്നത്. അതായത് ചെറിയ വളവോ വലിയ വളവോ എന്നുള്ളതല്ല, ഓരോ വളവിലും നിങ്ങളെ അപകടം കാത്തിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ചേളാരി മുതൽ കുളപ്പുറം വരെ വണ്ടി ഓടിച്ച സമയത്ത് 9 കിലോമീറ്റർ ദൂരത്തില് 4 സ്ഥലങ്ങളിൽ എന്റെ കാറ് നിയന്ത്രണം വിട്ട് സ്കിപ്പായിട്ട് അപകടപ്പെടാൻ തുടങ്ങി. അതായത് എനിക്കൊരു ഡ്രൈവിംഗ് സ്കിൽ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. കാരണം വലിയ റോഡാണല്ലോ എന്ന് കരുതി നമ്മളായിട്ട് വണ്ടി ഓടിക്കും. ഈ കയറുന്ന വാഹനങ്ങളൊക്കെ നല്ല രീതിയിൽ ഓടിച്ചു പോകുന്ന സമയത്താണ് ഈ വളവില് മഴ പെയ്ത് വെള്ളം കെട്ടി കിടക്കുന്നത്. അതായത് മഴ പെയ്യുമ്പോൾ, ചെറിയൊരു മഴയായാലും പെയ്തുകൊണ്ട് കിടക്കുന്ന സമയത്ത് റോഡിൽ പലയിടത്തായി വെള്ളം കെട്ടിക്കിടക്കുന്നത് ഡ്രൈവർമാർക്ക് ഒരു കാരണവശാലും തിരിച്ചറിയാൻ പറ്റൂല. അതാണ് ഏറ്റവും വലിയൊരു അപകടാവസ്ഥ എന്ന് പറയുന്നത്. ദൂരത്തു നിന്ന് നോക്കുമ്പോൾ സാധാരണ റോഡാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ വണ്ടി അതിലൂടെ ഓടി വന്ന് ആ വെള്ളത്തിലേക്ക് കയറുമ്പോഴാണ് സംഗതി പണി പാളുന്നത്. ആ വെള്ളത്തിൽ തട്ടി വണ്ടി നമ്മുടെ കൺട്രോളിൽ നിന്ന് പോകുന്നത്. രാത്രി കാലങ്ങളാണെങ്കിൽ പറയാൻ വേണ്ട. യാത്ര ചെയ്യുമ്പോൾ ഈ പ്രശ്നം അതിരൂക്ഷമായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പലയിടങ്ങളിലും വെളിച്ചക്കുറവുണ്ട്. അതുകൂടി ആവുമ്പോൾ പിന്നെ ഒട്ടും പറയേണ്ടെന്നുള്ളൊരു അവസ്ഥയാണ്. റോഡിലെ ഈ വെള്ളക്കെട്ടുകൾ ഒരു കാരണവശാലും തിരിച്ചറിയാൻ പറ്റൂല. ഇതൊരു വലിയ അപകടമുണ്ടാക്കും, അല്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്കാണ് വഴിവെക്കാൻ പോകുന്നത്. തീർത്തും അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് ഈ നാഷണൽ ഹൈവേയുടെ നിർമ്മാണം നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. കൃത്യമായ ഒരു ഡ്രെയിനേജ് സംവിധാനമില്ല. വെള്ളം വാർന്നു പോകാനുള്ള ഒരു വഴിയില്ല. റോഡിൽ വീഴുന്ന വെള്ളം അപ്പക്കപ്പോ അത് റോഡിൽ നിന്ന് പോകാനുള്ള ഒരു സംവിധാനം ചെയ്തിട്ടില്ല. ഇതൊന്നും ഇല്ലാതാണ് റോഡ് പണിഞ്ഞേക്കുന്നത്. സ്വന്തം കാശ് കൊടുത്ത് കടിക്കുന്ന നായ വാങ്ങിയതുപോലെയാണ് ഇന്ന് യാത്രക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഉയർന്ന ടോൾ തുകയും നൽകി ഈ ഹൈവേയിലേക്ക് കയറുന്നവർ യഥാർത്ഥത്തിൽ പണം കൊടുത്ത് സ്വന്തം ജീവിതം തുലയ്ക്കുന്ന ഒരു മഹാദുരന്തത്തെ വിലയ്ക്ക് വാങ്ങുകയാണ് ചെയ്യുന്നത് എന്ന് ഉറക്കെ പറയാതിരിക്കാൻ വയ്യ. സാധാരണ നാട്ടുവഴികളിലൂടെ, നമ്മൾ നേരത്തെ ഓടിയിരുന്ന റോഡുകളിലൂടെ ഒക്കെ, ചെറിയ റോഡുകളിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ഒരു 40 കിലോമീറ്റർ സ്പീഡ് ഉണ്ടല്ലോ, ആ സ്പീഡ് പോലും മഴയുള്ള സമയത്ത് ഈ പുതിയ ഹൈവേയിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. പിന്നെ എന്തിനാണ് നമ്മൾ ഈ 140 രൂപ ഒരു 50 കിലോമീറ്റർ ടോൾ കൊടുത്ത് യാത്ര ചെയ്യുന്നത്? വണ്ടി 40 കിലോമീറ്റർ സ്പീഡിൽ പതുക്കെ ഓടിച്ചാൽ പോലും എപ്പോ വേണമെങ്കിലും അപകടം സംഭവിക്കാവുന്ന രീതിയിലാണ് റോഡിന്റെ കിടപ്പ് എന്നത് നിങ്ങൾ വണ്ടി ഓടിച്ചു നോക്കിയാൽ മനസ്സിലാവും. വേഗത കൂട്ടിയാൽ അപകടം ഉറപ്പാണ് എന്നുള്ള അവസ്ഥ ഉള്ളപ്പോ പിന്നെ എന്തിനാണ് ഇത്രയും തുക മുടക്കിയിട്ട് നാഷണൽ ഹൈവേ ഉണ്ടാക്കി എന്നൊരു ചോദ്യം ചോദിക്കേണ്ടി വരികയാണ്. ടോൾ പിരിവ് എന്ന മഹാകൊള്ളയിലൂടെ വലിയ തുക കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനും നാഷണൽ ഹൈവേ അതോറിറ്റിക്കും ജനങ്ങളുടെ സുരക്ഷയേക്കാൾ പ്രധാനം പണം മാത്രമായി മാറിയിരിക്കുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥ. ജനങ്ങളുടെ നികുതിപ്പണവും ടോളും വാങ്ങി നിർമ്മിച്ച ഈ റോഡിലെ അശാസ്ത്രീയതയും അപകടക്കണികളും അടിയന്തരമായി പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ദുരന്തങ്ങൾക്കാണ് ഈ ഹൈവേ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതും മഴയത്ത് വാഹനം ഓടിക്കുന്ന, പ്രത്യേകിച്ച് കാറ് പോലെയുള്ള ചെറിയ വാഹനങ്ങൾ ഓടിക്കുന്ന
ഏതൊരു വ്യക്തിക്കും എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാം. ഇപ്പോൾ കുറ്റിപ്പുറത്തുണ്ടായ ആ ബസ് അപകടം ഇതിൽ നിന്ന് വിഭിന്നമാണെന്ന് തോന്നുന്നില്ല. കാരണം വലിയ അപകടങ്ങൾ ഇനി വരാനിരിക്കുന്നു. യാത്ര സുരക്ഷിതമായി അല്ലെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് സഞ്ചരിക്കാനും നമ്മുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന ഈ നാഷണൽ ഹൈവേ 66 അല്ലെങ്കിൽ പുതിയ റോഡുകളിൽ നമ്മുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി, നമ്മളെ കൊള്ളയടിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഇത്തരം റോഡുകൾ കൊണ്ട് എന്ത് ഗുണം എന്നാണ് ചോദിക്കാനുള്ളത്. Different angles. Don't forget to subscribe and support this channel.